പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആമ്പലൂർ പഞ്ചായത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിത ടീച്ചർ നിർവഹിച്ചു. കീച്ചേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ചു. തരിശുഭൂമിയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഫലവൃക്ഷത്തൈകളും നാട്ടുസസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ ഉണ്ടാക്കുക എന്നതാണ് പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പച്ചത്തുരുത്തുകൾക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. പരിസ്ഥിതി സംരക്ഷണത്തിനായി ഹരിത കേരളം മിഷനാണ് 2019 ഈ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തുന്നത്. സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഭൂമി, പുറമ്പോക്കുകൾ, നഗരഹൃദയങ്ങളിലും മറ്റും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പച്ചത്തുരുത്ത് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. ജൈവ വൈവിധ്യ ബോർഡ്, കൃഷിവകുപ്പ്, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, പരിസ്ഥിതി സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് സൃഷ്ടിക്കുന്നത്. ആമ്പലൂർ പഞ്ചായത്തിൽ കീച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങിൽ നവകേരളം ബ്ലോക്ക് കോർഡിനേറ്റർ രത്നാഭായ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM ബഷീർ സ്വാഗതമരുളി. ചടങ്ങിന്റെ 2024 ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭാവി ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മുടെ പ്രഗതിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവിയാണ്. ഈ നമ്മുടെ ഭൂമി നശിച്ചാൽ നമുക്ക് ഭാവി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പുനഃസ്ഥാപിച്ച് ഇതിൻ്റെ അടുത്ത തലമുറ, നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് അത് കൈമാറേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഓരോ മിനിറ്റിലും നമ്മുടെ ഭൂമിയിലെ മണ്ണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പല രീതിയിലാണ്. നമ്മൾ ചൂഷണം ചെയ്യുന്നത് കൊണ്ട്, വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതുകൊണ്ട്, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ മണ്ണ് നഷ്ടപ്പെട്ടാൽ നമുക്ക് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനാണ് സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹരിതാഭമായ ഈ പ്രകൃതിയൊക്കെ നശിച്ച് നമുക്ക് ഭക്ഷണമില്ലാതെയും വായുവില്ലാതെയും ജലമില്ലാതെയൊക്കെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. നമ്മളല്ല, ഇനി വരുന്ന തലമുറ. ഈ സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ മുഴുവൻ പച്ചപ്പാണ്. അപ്പോൾ ഓരോ പച്ചപ്പും നമ്മുടെ മനസ്സിൽ പച്ചപ്പായിരിക്കണം. തുടർന്ന് വരുന്ന ഇനി നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് കൈമാറാനായിട്ട് ഈ പച്ചപ്പ് ഇങ്ങനെ നിലനിൽക്കണം. അവിടെ കുറച്ച് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറ ഭാഗത്ത് നമ്മളിന്ന് കുറേ ഫലവൃക്ഷത്തൈകളും ഒക്കെ വച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതേ ഓടിക്കളിച്ച് നടക്കാതെ ആ പച്ചപ്പിനെ നിങ്ങൾ ഇന്ന് നട്ടുവെച്ച ആ ചെടികളെല്ലാം വളരെയധികം തുടർ പ്രവർത്തനത്തിലൂടെ നിങ്ങളതിന് വെള്ളമൊഴിച്ചും, ഇപ്പോൾ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊഴിച്ചും വളമിട്ടുമൊക്കെ നമ്മളത് വളരെ കാത്തു സൂക്ഷിക്കണം. അടുത്ത വർഷം നമ്മളിങ്ങനെ ഇവിടെ വരുമ്പോൾ ഇതുപോലെ വലിയ വളർന്ന് പൂവിട്ട് കായ്ച്ചു നിൽക്കുന്ന നല്ല വൃക്ഷത്തൈകളെ നമ്മൾ കാണാനായിട്ട് സാധിക്കണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ്, രാജൻ പാണാറ്റിൽ, ബീന മുകുന്ദൻ, അസീന ഷാമൽ, എൽസി ടീച്ചർ, KS രാധാകൃഷ്ണൻ, സുനിത AS എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം പകർന്നു നൽകി. പച്ചത്തുരുത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ മുകുന്ദൻ KA നയിച്ച ബോധവൽക്കരണ ക്ലാസ് ചടങ്ങിന് തിളക്കമേകി. നമുക്ക് ശുദ്ധവായു ഉണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശുദ്ധവായു കിട്ടുന്നുണ്ട്, ശുദ്ധജലം കിട്ടുന്നുണ്ട്. നമുക്ക് ചൂടും അതുപോലെ തന്നെ തണുപ്പും മഴയും കാറ്റും ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകുന്ന മരങ്ങളും എല്ലാം ഈ ഭൂമിയിലുണ്ട്. ഇവയെല്ലാം ഇതുപോലെ നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ നാം ഈ ഭൂമിയിൽ ഉണ്ടാകൂ. നാം മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ലക്ഷോപലക്ഷം ജീവികൾ, ജന്തുക്കൾ, അതുപോലെ കീടങ്ങൾ, ഇതെല്ലാം പക്ഷികൾ, മൃഗങ്ങൾ, ചെടികൾ, ഇതെല്ലാം ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ ഉണ്ടാവൂ. ഈ ഭൂമിക്ക് എന്ത്